പ്രശ്നമാണ് പ്രസംഗത്തിലായാലും പ്രവൃത്തിയിലായാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. 20 കൊല്ലമായി പാറക്കടവ് യൂണിറ്റ് DYFI ഗ്രാമോത്സവങ്ങൾ എന്ന രീതിയിൽ ഒരു ഗ്രാമത്തെ ആകെ ഇളക്കി മറിച്ച് അവരാഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച് ചിലപ്പോൾ ഗാനമേളയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിയോ സമാപനമായി വെച്ച് കുറേയേറെ ചെറുപ്പക്കാർ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പാർട്ടി നേതാവ് സഖാവ് PJ പോലെയുള്ള ആളുകൾ ദിവസങ്ങളോളം ഉറക്കം വിളിച്ചുകൊണ്ട് ഒരാൾ വരുമോ വരില്ലയോ എന്ന് പ്രയാസം, കലാഭവൻ മണി വരുമോ, ലാൽ ജോസ് വരുമോ, അവസാന സമാപന സമ്മേളനത്തിൽ സഖാവ് VS എങ്ങാനും എത്താൻ വൈകുമോ, എന്തെങ്കിലും പ്രയാസത്തിന്റെ ഭാഗമായി വരാതിരിക്കുമോ തുടങ്ങിയ പ്രയാസങ്ങളുടെ ഭാഗമായി ഒരുപാട് ടെൻഷനിലൂടെയാണ് ഇതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന് മുമ്പ് ഇതേ വേദിയിൽ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷം കാണാൻ കഴിഞ്ഞതിൽ. ഒരുപാട് സമയം വൈകി, അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും കവിത പറഞ്ഞാൽ അത് ചൊല്ലാം. കണ്ടോ? വേറെ ഏതെങ്കിലും കവിതയുണ്ടോ? രക്തസാക്ഷി. വേറെ സിനിമ ഗാനങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ? എൻ്റെ സിനിമാ ഗാനം ആർക്കറിയാം? അമ്മമാർക്ക് ആർക്കെങ്കിലും അറിയുമോ? അറിയില്ല അല്ലേ? ചെമ്പകപ്പൂങ്കാട്ടിലെ ചിത്രമണി കണ്ടു ഞാൻ നിന്നെ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ചം ചം കേട്ടിട്ടുണ്ടോ? മോള് കേട്ടിട്ടുണ്ടോ? നീ പാടാതെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പാട്ട് പാടണോ കവിത ചൊല്ലണോ? കന്നഡ ചൊല്ലിയാൽ വേറെ ഒന്നും ഞാൻ ചൊല്ലില്ല. രക്തസാക്ഷി. എല്ലാ വെടിയുണ്ടയും വാൾമുനത്തുമ്പും അന്ത്യമായി ചെന്ന് കൊള്ളുന്നത് എപ്പോഴും അമ്മമാരുടെ ഗർഭപാത്രത്തിലാണ് എന്ന സത്യത്തിൽ ദൈവം ഇനിയും പിറക്കേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ട് എൻ്റെ രക്തസാക്ഷി എന്ന കവിതയിലെ 4 വരി ചൊല്ലുന്നു. രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. അവനവനു വേണ്ടിയല്ലാതെ അപരന്നു ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവൻ രക്തസാക്ഷി. മരണത്തിലൂടെ ജനിച്ചവൻ. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ ജനിച്ചവരാണ്. രക്തസാക്ഷികൾ മരിക്കുമ്പോൾ ജനിച്ചവരാണ്. മരണത്തിലൂടെ ജനിച്ചവൻ സ്മരണയിൽ ഒരു രക്തതാരകം രക്തസാക്ഷി. മെഴുകുതിരി നാളമായി വെട്ടം പൊലിപ്പിച്ചു ഇരുൾ വഴിയിൽ ഊർജമായി രക്തസാക്ഷി. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ. അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ. നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ. പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സ്വപ്നത്തിനൂർജമായുട്ടിയോൻ രക്തസാക്ഷി. എവിടെയോ കത്തിച്ചു വച്ചോരു ചന്ദന തിരി പോലെ എരിയുവോൻ രക്തസാക്ഷി. തൂക്കോമരത്തിലെ സുപ്രഭാതം. എപ്പോഴാണ് തൂക്കിക്കൊല്ലുന്നത്? പറയൂ. എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. എപ്പോഴാണ് തൂക്കിക്കൊല്ലുന്നത്? തൂക്കോമരത്തിലെ സുപ്രഭാതം നെഞ്ചിനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി. രക്തസാക്ഷി. വേറെ ഏത് കവിത? ബാഗ്ദാദ്. ബാഗ്ദാദിലെ ഒരു 4 വരി. ബാഗ്ദാദ് എന്ന് പറയുന്നത് പഴയ മെസൊപ്പൊട്ടോമിയ, സിന്ധു നദീതടത്തിൽ സംസ്കാരമുണ്ടായിരുന്ന കാലത്ത് സംസ്കാരമുണ്ടായിരുന്ന ഒരു ജനതയാണ് മെസൊപ്പൊട്ടോമിയൻ ജനത. അവരുടെ പേരാണ് ഇറാഖ് അല്ലെങ്കിൽ ബാഗ്ദാദ്. അവരെ ഇങ്ങനെ വല്ലാതെ ഇല്ലാതാക്കുന്നത് കണ്ടിട്ട് മിണ്ടാതെ ഇരുന്നവരാണ് നമ്മൾ. ചരിത്രം നമുക്കൊരിക്കലും മാപ്പ് തരില്ല. എത്ര ഗ്രാമോത്സവം നടത്തിയാലും
ചരിത്രത്തിൽ നമ്മളെക്കുറിച്ച് വളരെ മോശമായ പരാമർശമായിരിക്കും ഉണ്ടാകുന്നത്. അതിന് കാരണം ഒരു കാരണവുമില്ലാതെ ഒരു ജനതയുടെ സംസ്കാരത്തെ അമേരിക്ക അടിച്ചുടയ്ക്കുന്നത് വെറുതെ കണ്ടു നിന്നവരാണ് നമ്മൾ. ആ കാലത്ത് അവിടുത്തെ ഉമ്മമാർ ഈ പർദ്ദയിട്ട് ചത്തു കിടക്കുന്ന ഉമ്മമാരുടെ ചിത്രം എൻ്റെ മനസ്സിലുണ്ടാക്കിയ വേദനയാണ് ഈ ബാഗ്ദാദ് എന്ന കവിത. ബാഗ്ദാദ് 4 വരി. മണല് കരിഞ്ഞു പറക്കും നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. മണല് കരിഞ്ഞു പറക്കും നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു. താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇത് ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. കാളയിറച്ചിക്കടയിലെ തറയിൽ ചോര തെറിച്ചിള നാമ്പു കരിഞ്ഞു. ഓരവമില്ലാതെ അവിടവിടെ പൊടി കേറി മറഞ്ഞ തുണിപ്പൊതികൾ. കൂട്ടത്തിൽ ചെറുകുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു. അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം. ഇങ്ങനെ അടിച്ചോ. ഇത് ബാഗ്ദാദോ നമ്മ പറഞ്ഞോ അറബി കഥയിലെ ബാഗ്ദാദ്. ഇത് ബാഗ്ദാദോ നമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്. ദൂരായിരുന്നവർ ചോദിച്ചു ആരാ നിന്നോട് സ്വപ്നത്തിൽ. പ്രായോജകരില്ലാത്തൊരു സ്വപ്നം പാടി തട്ടിപ്പായിക്ക. ചൂടുകിനാക്കൾ നൽകാം നീ നിൻ പേരും വേരും ഉപേക്ഷിക്ക. അല്ലെങ്കിൽ തിരി 1000 തീക്കനി തിന്നാൻ തന്നിടും. രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേത കൂട്ടുപകർത്തിയിടും. അഗ്നിയെറിഞ്ഞു കുടങ്ങളുറഞ്ഞു കടൽപൂതങ്ങളുറഞ്ഞിടും. നട്ടു നനച്ചൊരു സംസ്കാരം കരുവെട്ടി ചിതമിര തീർത്തിയിടും. തണലു തരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന്. പകരം നൽകാം സ്വപ്ന സുഖങ്ങൾ നിറച്ചൊരു വർണ്ണ കൂടാരം. പേരും വേരും ഉപേക്ഷിക്ക് പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. പേരും വേരും ഉപേക്ഷിക്ക് പടിവാതിൽ തുറന്നു ചിരിക്കുക നീ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. തുല്ലു പറഞ്ഞു കിളയ്ക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ. കത്തും കണ്ണു കലങ്ങേല